അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫെർട്ടിലൈസറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിന് ഈ വേസ്റ്റായ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ശർക്കര. ഇത് നമുക്ക് ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. ഇതിൽ നൈട്രജൻ കണ്ടൻറ്റ്, മഗ്നീഷ്യം, പിന്നെ ഫോസ്ഫറസ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലതാണ്. അപ്പോൾ കുറച്ച് ശർക്കര ഞാൻ ആദ്യം ഈ ബോട്ടിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം എടുക്കാൻ പാടില്ല കേട്ടോ. വെള്ളം വേണമെന്നും അങ്ങനെ നിർബന്ധമില്ല, എന്നാലും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിൽ ഇപ്പോൾ വേസ്റ്റായിട്ടുള്ള ഗ്രാപ്സും, പിന്നെ പൈനാപ്പിളിൻ്റെ വേസ്റ്റ്, പിന്നെ ബനാന, ഇത്രയാണോ ഉള്ളത് കേട്ടോ. ഇത് നമുക്ക് ശർക്കര ഇട്ട് വെക്കുന്നതുകൊണ്ടേ സ്മെല്ല് വരത്തില്ല. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. സ്ലറി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ച് വയ്ക്കാം, വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ശർക്കര അലിഞ്ഞു ചേരുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മറന്നതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം, അല്ലാത്തവർ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു നല്ലൊരു സ്ലറിയാണ്. അത് സ്ലറി ആയ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ സ്ലറി ആയിട്ട് പിന്നെ അതിനെ ഡയലൂട്ട് ചെയ്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് അപ്പോഴും കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഏകദേശം നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇല്ല എങ്കിൽ ഇത് സ്ലറി ആയി വന്ന ശേഷം, അതായത് ഏകദേശം 1 മാസത്തോളം എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കും പിന്നീട്. ഞാനിപ്പോൾ വെള്ളം എടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള റിസൾട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളമില്ലാതെ ഒരു ടൈപ്പ് ചെയ്ത് നോക്കും. രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് അറിയണം. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ലറി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.